നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ വായിന്ന് നന്ദി കേട്ടിട്ട് ഇവള് തൽക്കാലം തൃപ്തിപ്പെടണ്ട. അയ്യോ, അങ്ങയുടെ നന്ദി വാക്ക് കൊതിച്ചിട്ടൊന്നുമല്ല. സാറൊരു നന്ദിയില്ലാത്തവനാണെന്നേ അറിഞ്ഞുകൊണ്ട് തന്നെയാ ചോദിച്ചത്. മേഡം, ദീപക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാ അത് ചെയ്യാൻ പറ. മേഡം ഒന്ന് പറഞ്ഞു കൊടുക്ക്. ചടങ്ങനുസരിച്ച് ആദ്യം ദിവ്യയെ പൂവിട്ട് പൂജിച്ച് കവിളിൽ ചന്ദനം പൂശണം. എന്ത്? എന്താ ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? ചെയ്യാന്നേ. അമ്മേ, അതൊന്ന് കൊടുത്തേ. ആ ദാ സാറേ. അയ്യോ, കറണ്ട് പോയല്ലോ. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ രാജു. ആ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ റെക്കോർഡായോ? എവിടെ? കറണ്ട് പോയതുകൊണ്ട് മുഴുവൻ ഡാർക്കായിട്ടാ റെക്കോർഡായത്. ഒന്നും കാണാനാവുന്നില്ല. ദേ നോക്കിയേ. അങ്ങനെ ദീപകിന് പണി കൊടുത്തിട്ട് നീ സന്തോഷിക്കണ്ടടി മന്ത്രിയുടെ മോളെ. മതി മതി. ആ അങ്ങനെ പറയാൻ പറ്റില്ല. മനസ്സും വയറും നിറഞ്ഞു വേണം ദിവ്യ ഇന്ന് കഴിക്കാൻ. എല്ലാ കൂട്ടവും രുചിച്ച് ആസ്വദിച്ചു വേണം കഴിക്കാൻ. മനസ്സിലായോ? ആ നോക്കിയിരിക്കാതെ കഴിക്കേ. അല്ല, നിങ്ങളാരും കഴിക്കുന്നില്ലേ? ഇന്ന് ദിവ്യയുടെ ദിവസമാ. ദിവ്യ കഴിച്ചതിന് ശേഷമേ ഞങ്ങളെല്ലാം കഴിക്കൂ. കഴിക്കും മോളെ. എങ്കി ഞാൻ ഇറങ്ങട്ടെ രാധമ്മേ. ആ ശരി മോളെ. മിടുക്കി. നീ ചുണക്കുട്ടിയ രമ്യേ. നിന്നോട് വെറുതെ നന്ദി വാക്ക് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. മേഡം എന്തേ ചെയ്യുന്നേ? ഈ മാല നിനക്ക് ഞാൻ സമ്മാനമായിട്ട് തരാൻ പോവാ രമ്യേ. പിന്നെ സമ്മാനം ഞാൻ അംബിക മേഡത്തോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ഇങ്ങനെയുള്ള പ്രതിഫലങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ അംബിക മേഡത്തിന് ഓരോ സഹായങ്ങളൊക്കെ ചെയ്യുന്നേന്ന്. രമ്യേ, നീ എനിക്ക് ചെയ്തു തന്നതേ ചെറിയൊരു ഉപകാരമല്ല. എന്റെ മകന്റെയും എന്റെയും തലവര മാറ്റിമറിക്കാൻ കെൽപ്പുണ്ടായിരുന്ന ഞങ്ങൾക്ക് നേരെ
രാജുവും ഋതികയും ആയുധമാക്കുമെന്ന് ഉറപ്പുള്ള വളരെ പ്രധാനമായൊരു തെളിവിനാ നീ തടയിട്ടത്. കൃത്യസമയത്ത് സമയോചിതമായി നീ ഇടപെട്ടതുകൊണ്ടാ എന്റെ മകന് പൂട്ട് വീഴാതിരുന്നത്. അതിനുള്ള നന്ദി ഒരു സ്നേഹ സമ്മാനത്തിലൂടെ അല്ലാതെ ഞാൻ എങ്ങനെ നിന്നെ അറിയിക്കും രമ്യേ? എനിക്കങ്ങനെ ഓർണമെന്റ്സിനോടൊന്നും വലിയ താല്പര്യമില്ല മാഡം. എനിക്ക് മനസ്സിൽ തോന്നുന്നതൊക്കെ അതൊക്കെ ഇനി എത്ര വിലയുള്ളതാണെങ്കിലും വാങ്ങാനുള്ള ക്യാഷൊക്കെ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴും ഉണ്ട്. പിന്നെ ഞാനിതൊന്നും ഇട്ട് ശീലിച്ചിട്ടുമില്ല. ഈ മാല മാഡത്തിന്റെ കഴുത്തിൽ കിടക്കുന്ന കാണാനാ അതിന്റെ ഒരു ഭംഗി. നിങ്ങൾക്ക് ഞാനൊരു സഹായം ചെയ്തതിന് എന്നെ സന്തോഷിപ്പിച്ചാലേ അംബിക മാഡത്തിന് തൃപ്തിയാവുന്നുണ്ടെങ്കിൽ അത് സിമ്പിളാ. ഞാൻ ചെയ്തതിന് അംബിക മാഡം എന്നോട് നന്ദി പറഞ്ഞതുപോലെ ദീപക്കും എന്നോടൊരു നന്ദി പറയട്ടെ. എനിക്കത് മതി. അത്രേ ഉള്ളൂ. ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ രമ്യേ? ദീപക്കെ, നീ രമ്യയോട് ഒരു താങ്ക്സ് പറ മോനെ. നിന്റെയും ദിവ്യയുടെയും ഫോട്ടോ അവരെടുക്കാതെ നിന്നെ സേഫ് ആക്കിയത് രമ്യയല്ലേ? നിനക്ക് രമ്യയോട് കുറച്ച് വിരോധമൊക്കെ ഉണ്ടായിരുന്നു എന്ന് അമ്മയ്ക്കറിയാം. ഇനി പഴയതൊക്കെ ഓർത്ത് മനസ്സിൽ ആ വിരോധം കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. എനിക്കാരോട് ഒരു വിരോധവും ഇല്ല. രമ്യപ്പ ചെയ്തു തന്നത് വലിയ ഹെൽപ്പൊക്കെ തന്നെയാ. പക്ഷേ നമ്മള് രമ്യക്ക് ഒരുപാട് ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ളതല്ലേ. രാജുവിനെ ഋതികയും തമ്മിൽ അകറ്റാൻ നമ്മൾ ശ്രമിക്കുന്നത് രമ്യക്കും കൂടി വേണ്ടിയല്ലേ. എന്നിട്ടിപ്പോ എനിക്കൊരു സഹായം ചെയ്തു തന്നിട്ട് എന്നോട് നന്ദി ചോദിച്ചു വാങ്ങുന്നു. അതാണോ അതിന്റെ മര്യാദ രമ്യ? ദേ, നീ എന്നെ മര്യാദയൊന്നും പഠിപ്പിക്കേണ്ട ദീപക്കെ. നിന്റെ തിരുവായിൽ നിന്ന് അങ്ങനെ ഒരു നന്ദി വാക്ക് വരില്ലെന്നേ എനിക്കറിയായിരുന്നു. അത് അംബിക മേഡത്തിന്ന് മനസ്സിലാക്കി കൊടുക്കാനേ ഞാൻ വെറുതെ ഒരു നമ്പർ ഇട്ടെന്നേ ഉള്ളൂ. രമ്യയോട് നന്ദി പറ. ഇല്ലമ്മേ, ഇവളോടമ്മ പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലേ. അതിൽ കൂടുതലായി ഒന്നുമില്ല. വേണമെങ്കിൽ ആ മാല വാങ്ങിച്ചോണ്ട് പോവാൻ പറ. അല്ലെങ്കിൽ ക്യാഷ് വല്ലതും കൊടുക്ക്. എന്റെ വായിന്ന് നന്ദി കേട്ടിട്ട് ഇവള് തൽക്കാലം തൃപ്തിപ്പെടണ്ട. അയ്യോ, അങ്ങയുടെ നന്ദി വാക്ക് കൊതിച്ചിട്ടൊന്നും അല്ല. സാറൊരു നന്ദിയില്ലാത്തവനാണെന്നേ അറിഞ്ഞുകൊണ്ട് തന്നെയാ ചോദിച്ചത്. ആ, അങ്ങനെങ്കി അങ്ങനെ. ആ, അത് ശരി. അപ്പോ ഞാൻ എന്റെ തീരുമാനവും പറയാം. എന്ത് തീരുമാനം? ദിവ്യയുടെ വയറ്റി വളരുന്ന കുഞ്ഞ് നിന്റെ ആണോന്ന് തെളിയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് ശ്രമിക്കാൻ പോവാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.